ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തെന്ന് കണ്ടാലോ. അപ്പോൾ മെയിനായിട്ട് ഇതിന് കോളർ നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പഫ് സ്ലീവ്സും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ കുറച്ച് വീതിയിൽ വരുന്ന കപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ട് പോർഷൻ അമ്പർലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗൗണിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു കോളർ നെക്ക് ഡിസൈൻ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കോളർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണയായിട്ട് കോളർ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് ഞാനൊരു 14 വയസ്സായ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയലാണ്. ഇതിന് 58 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ 2.5 മീറ്ററാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗൗണിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചസാണ്. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഒരു ബോട്ടം പീസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ആ സ്കേർട്ട് പോർഷൻ വരില്ലേ, അപ്പം അമ്പർല കട്ടാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി എടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോട്ടം പീസിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 37 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ സീം അലവൻസിന് കൂട്ടിയിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് 13ആണ്. ടോട്ടൽ ലെങ്ത്തിൽ നിന്നും 13 ഇഞ്ചസ് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അമ്പർല കട്ട് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിഡ്ത്തിൽ തന്നെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ഫ്ലെയർ ടൈപ്പിലാണ് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ വരുന്നത്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നും ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗമാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. മുകൾ ഭാഗം ഫോൾഡ് ചെയ്ത രൂപത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. താഴെ വരെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കോളറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 5 ഇഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് കോളറിൻ്റെ വിഡ്ത്തായിട്ട് കിട്ടുന്നത്. അപ്പോൾ താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ യോക്കിൻ്റെ പോർഷനാണ് കേട്ടോ. യോക്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന കോളർ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മുടെ കോളറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നത് 3 ഇഞ്ച്. നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചായിരിക്കും. അപ്പം 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോളറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ കോളർ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുമ്പോൾ 2.5 ഇഞ്ചസാണ് കിട്ടുക. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത് ഒന്നും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഇങ്ങോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ഞാനിവിടെ 7 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ചാണ്. എനിക്ക് 13 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 14 ഇഞ്ചസാണ് ഞാൻ ഷോൾഡറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ആം ഹോളും ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കോളറിൻ്റെ ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം കേട്ടോ. 5 ഇഞ്ച് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ യോക്കിൻ്റെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കുറവായിരിക്കും. അപ്പോൾ രണ്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ചെസ്റ്റിന് വേണ്ടിയിട്ട് 8 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ചസ് സീം അലവൻസ് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയും നമുക്കതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളറിന് വേണ്ടിയിട്ട് പ്രത്യേകം കട്ട് ചെയ്തെടുക്കുക, പിന്നെ നമ്മൾ യോക്കിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോളർ കൊടുക്കൂലേ, അതിന് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. കോളറിനൊക്കെ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേണിലാട്ടോ നമുക്ക് കിട്ടുക. ഇതിലൊട്ടും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ മിഡിൽ ഭാഗത്ത് കോളറിനും കൂടി വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് 13 ഇഞ്ചസാണ്.
അപ്പോൾ സീം അലവൻസിനും കൂട്ടിയിട്ട് 14.5 ഇഞ്ചസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗം. ഇത് ഒറ്റ പീസാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ യോക്കിൻ്റെ, അതാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചസാണ് കേട്ടോ നമ്മുടെ ഒരു കോളറിൻ്റെ ഒരു ഭാഗം കിട്ടുക. അത് നമ്മൾ ഫ്രണ്ടിൽ മുതൽ യോക്കിൻ്റെ ആ ഒരു ഭാഗം താഴെ മുതൽ ഇതുപോലെയാണ് നമുക്ക് മടക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ഇത് എങ്ങനെയാണ് നമുക്ക് കോളറായിട്ട് കിട്ടുന്നതെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് അതിൽ നിന്നും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ല. ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ കോളറായിട്ട് വരും കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് ഇനി ഈ ഒരു ഭാഗമാണ് വരുന്നത്. അത്രയും ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പൊത്തി വെച്ച ഒരു ഭാഗമുണ്ട്, അത് നമ്മുടെ ബാക്ക് സൈഡിൽ കോളറായിട്ടാണ് വരിക. ആ ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത ഷോൾഡറിന് വേണ്ടിയിട്ട്, ആ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ടാണ് താഴേക്ക് വരുന്ന ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ കോളർ വരുന്നത്. അപ്പോൾ അങ്ങനെ താഴേക്ക് ഞാനൊരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിലും 3 ഇഞ്ച്, താഴേക്കും ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതാ ഇതുപോലെ എനിക്ക് 6 ഇഞ്ചസാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ബാക്കിൽ കോളർ വരുന്നത് 3 ഇഞ്ച്, ഫ്രണ്ടിൽ നമ്മൾ കോളറിൻ്റെ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു കോളറിൻ്റെ വിടുത്ത് 2.5 ഇഞ്ചസാണല്ലോ, അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മാർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തില്ലേ, ആ 1.5 ഇഞ്ചിന് ഞാൻ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ചെറിയൊരു ഓപ്പണും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ 2 സൈഡിലും ആ കട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഓപ്പണ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാൻവാസ് പേപ്പറും ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമ്മുടെ കോളർ കുറച്ച് തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പറിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡിലൊക്കെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ എഡ്ജ് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനാണല്ലോ, അപ്പോൾ അത് ഫ്രണ്ടിൽ വരുന്ന പോലെയാണ് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഓപ്പണ് 2 ഭാഗത്തും ഉണ്ട്. ഇനി ഇതിനൊന്ന് ഇതുപോലെ നല്ല വശത്തേക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കട്ടിട്ട ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടെടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാൻവാസ് പേപ്പറും ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ആ കോർണറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു കോർണറൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോളറിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ചെറിയൊരു കട്ടിങ് ഉണ്ടല്ലോ, കോളറിൻ്റെ ഷേപ്പ് വരുന്ന ആ ഒരു കട്ടിങ് ആണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ കോളറിൻ്റെ ഭാഗം ആയിട്ട് വരുന്നത്. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ നമ്മുടെ കോളറിന് വേണ്ടിയിട്ട് കട്ടിങ് എന്നൊക്കെ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കോളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇത് കോളറായോ എന്നൊക്കെ സംശയം വരും. ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഇതാ കോളറായി നമ്മുടെ. അപ്പോൾ ഇതാ ഇതുപോലെ ഒറ്റ പീസായിട്ട് നിൽക്കുന്ന ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എന്തായി, ഒരു കോളർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കോളറിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും കട്ട് ചെയ്തെടുക്കുക ഒന്നും വേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കോളർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റിൽ അവിടെ നിന്നോളൂ കേട്ടോ. നമ്മൾ ക്യാൻവാസ് പേപ്പർ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു താഴെ ഭാഗത്തേക്ക് നമ്മൾ ബട്ടൺ ചെയ്തെടുക്കുമ്പോഴും അവിടെ കുറച്ച് തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പറൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് യോക്കും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബാക്ക് യോക്ക് ഞാൻ നെക്കിന് വേണ്ടിയിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ആ ലൈന് അതുപോലെ ഈ ഒരു കോളറിലേക്ക് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നമുക്ക് വളരെ ഈസിയാണ്. ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം.
അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കോളറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, മെയിൻ ഭാഗം ഉണ്ടല്ലോ അത് മാത്രമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോളറിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഇതിനോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു കട്ടിങ്ങും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ലൈനിങ്ങിനൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കോളറിൻ്റെ ആ ഒരു കട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ലൈനായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ലൈനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കി തയ്ച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണാതെ നമ്മൾ നന്നായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിതൊരു കോളറാണൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ, അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോളറാണ് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ മുന്നിലേക്ക് വയ്ക്കുമ്പോഴാണ് ഇതുപോലെയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മുന്നിലേക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്താൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് വളരെ ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടോ ഒന്നുമില്ല കേട്ടോ. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കോളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു പഫ് സ്ലീവ്സ് കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ലീവ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനിയാണ് ഈ ഒരു കോളർ നെക്കിൻ്റെ ഡീപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 6 ഇഞ്ച് ഞാൻ ഡീപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടാണ് കേട്ടോ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ താഴെ ഭാഗത്ത് നമ്മുടെ അംബർല സ്കേർട്ട് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബോട്ടം ഭാഗം ഞാൻ ഇതുപോലെ ലൈനിങ്ങുമായിട്ടൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യോക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടത്തിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മടക്കി തയ്ച്ചിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ മടക്കി തയ്ക്കുന്നതിലും കാട്ടിലും നമ്മുടെ എഡ്ജ് പ്രഷർ ഫൂട്ട് ഉപയോഗിച്ചിട്ട് മടക്കി തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബട്ടൻ്റെ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് 3 ബട്ടൺ വെക്കാനാണ് എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വെറൈറ്റി മെത്തേഡിൽ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആരും കോളർ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും പറയില്ല. അത്രക്കും വളരെ ഈസി ആയിട്ടാണല്ലോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.